നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഏകദേശം 1200 വർഷം പഴക്കമുള്ള ഒന്ന്. ഇമാം ജാഫറുൽ സാദിഖിന്റെ വഴിയുടെ വിളക്ക്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഇത്രയും പഴയൊരു പുസ്തകത്തിലെ ആശയങ്ങൾക്ക് ഇന്നും എന്ത് പ്രസക്തിയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോ ഈ പുസ്തകം നമ്മുടെ ജീവിതത്തെ കാണുന്നത് ഒരു യാത്രയായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇതിലെ ഓരോ അറിവും ആ യാത്രയിൽ നമ്മുടെ വഴിക്ക് വെളിച്ചം തരുന്ന ഒരു വിളക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുസ്തകം എന്നതിലുപരി നമ്മളെ തന്നെ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു ഗൈഡാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം. ആദ്യം വഴിക്കൊരു വിളക്കെന്താണെന്ന് നോക്കും. പിന്നെ പെരുമാറ്റത്തിന്റെ 4 മേഖലകൾ, നമ്മുടെ ഉള്ളിനെ എങ്ങനെ വളർത്താം, പുറം ലോകത്ത് എങ്ങനെ പെരുമാറണം, യാത്രയിൽ വരാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെ, അവസാനം എന്താണ് നമ്മുടെ ലക്ഷ്യം, ഒരു സുന്ദര ഹൃദയം. ഈ 6 കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. തുടങ്ങാമല്ലേ? ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. നമ്മൾ പുറമേ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. അതായത് പുറമേ കാണുന്നതെല്ലാം അകത്തുള്ളതിന്റെ ഒരു അടയാളം മാത്രം. ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ബാഹ്യമായ പെരുമാറ്റത്തിലെ മര്യാദ ആന്തരികമായ ഒരു സന്തുലിതാവസ്ഥയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഉള്ളും പുറവും തമ്മിലുള്ള ഒരു ബാലൻസ്. അതാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് നമ്മുടെ പെരുമാറ്റത്തിൽ തനിയെ പ്രതിഫലിക്കും. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് ശരിയാക്കിയെടുക്കുക? വെറുതെ വിചാരിച്ചാൽ മതിയോ? പോരാ. ഈ പുസ്തകം അതിന് കൃത്യമായ ഒരു ഫ്രെയിംവർക്ക് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ 4 പ്രധാന മേഖലകളായി തിരിച്ചിട്ടാണ് അത് വിശദീകരിക്കുന്നത്. നോക്കൂ, ഇതാണ് ആ 4 മേഖലകൾ. 1, ദൈവത്തോടുള്ള നമ്മുടെ പെരുമാറ്റം. നന്ദിയും ക്ഷമയുമൊക്കെ അതിൽ വരും. 2, നമ്മളോട് തന്നെയുള്ള പെരുമാറ്റം, അതായത് ആത്മാർത്ഥതയോടെ ജീവിക്കുക. 3, മറ്റുള്ളവരോട്. ക്ഷമയും വിനയവും നീതിയുമൊക്കെ അവിടെയാണ് പ്രധാനം. 4-മത്തത് ഈ ലോകത്തോട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ മാപ്പ് തന്നെയാണല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കടക്കാം. കാരണം ഈ യാത്രയിൽ ഏറ്റവും പ്രധാനം പുറമേയുള്ള മാറ്റങ്ങളല്ല, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും മുഖ്യം അറിവ് നേടുന്നതും നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ ശുദ്ധീകരിക്കുന്നതുമാണ്. ചൈനയിൽ പോയാലും അറിവ് തേടുക എന്ന പ്രശസ്തമായ വാക്യം പോലെ അറിവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ പുസ്തകം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ അറിവെന്ന് പറഞ്ഞാൽ കുറേ പുസ്തകം വായിക്കുന്നതോ ഇൻഫർമേഷൻ ശേഖരിക്കുന്നതോ അല്ല. മറിച്ച് ശരിയായ പ്രവൃത്തി ചെയ്യാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനുമുള്ള അടിത്തറയാണ് അറിവ്. നമ്മൾ വെക്കുന്ന ഓരോ ചുവടിനും പിന്നില് ആ അറിവിന്റെ വെളിച്ചം വേണം. നമ്മളും മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റാം. അപ്പൊ കഴിഞ്ഞുപോയ തെറ്റുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ശരിയായ വഴിയിലേക്ക് എങ്ങനെ തിരിച്ചുവരാം? അതിനൊരു 4 സ്റ്റെപ്പ് പ്രോസസ്സ് ഇവിടെ പറയുന്നുണ്ട്. 1, ഉള്ളിൽ നിന്ന് ഖേദിക്കുക. 2, ഇനി വരുന്ന ജീവിതത്തെക്കുറിച്ചൊരു ഭയം വേണം. 3, ലോകത്തിന്റെ പുറകെയുള്ള ഓട്ടം കുറയ്ക്കുക. 4, ഇതിലൊക്കെ ഉറച്ചു നിൽക്കാൻ ദൈവത്തോട് സഹായം ചോദിക്കുക. ഇത് ശരിക്കും ഒരു ആത്മശുദ്ധീകരണ പ്രക്രിയയാണ്. ആത്മാർത്ഥത, നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണിത്. എന്താണ് ശരിക്കും ആത്മാർത്ഥത? ഈ പുസ്തകം പറയുന്നത് കേൾക്കൂ. നമ്മളെക്കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഒരു കാര്യം ചെയ്യുക, എന്നിട്ട് ഇത് ഞാൻ ചെയ്തതാണെന്ന് വിചാരിച്ച് അതിനൊരു വിലയും കൽപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ ശരിക്കു വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുക. അതാണ് ആത്മാർത്ഥത. അതായത് നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിനു വേണ്ടിയാവണം, ആളുകളുടെ കയ്യടിക്ക് വേണ്ടിയാകരുത്. ഓക്കേ, അപ്പൊ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഈ ഉള്ളിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കേണ്ടത്? മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നോക്കാം. വെറുതെ നടക്കുന്നതിനെപ്പറ്റി പോലും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നോക്കൂ, നടക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികളെപ്പറ്റി ചിന്തിക്കുക, അഹങ്കാരത്തോടെ നടക്കരുത്, മോശമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണുമാറ്റുക, ദൈവത്തെ ഓർക്കുക, ഒരുപാട് സംസാരിക്കാതിരിക്കുക. നമ്മുടെ ഓരോ യാത്രയും ദൈവത്തോടുള്ള അനുസരണത്തിലാവണം. അതായത് നടക്കുക എന്ന ഏറ്റവും സിമ്പിളായൊരു കാര്യം പോലും ഒരുതരം ആരാധനയാക്കി മാറ്റാൻ പറ്റും. ഇനി മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന ഈ ഒരു ഉപദേശം കേട്ടുനോക്കൂ. എന്തു മനോഹരമാണല്ലേ? നിങ്ങളെക്കാൾ പ്രായമുള്ളവരെ അച്ഛനെപ്പോലെയും ഇളയവരെ മകനെപ്പോലെയും സമപ്രായക്കാരെ സഹോദരനെപ്പോലെയും കാണുക. കാലം എത്ര കഴിഞ്ഞാലും ഇതിന്റെ പ്രസക്തി പോകില്ല. സ്നേഹവും കരുണയുമുള്ള ഒരു സമൂഹമുണ്ടാക്കാൻ ഇതിലും നല്ലൊരു ഉപദേശം വേണോ? ഏതൊരു യാത്രയിലും തടസ്സങ്ങളുണ്ടാകുമല്ലോ. അതുപോലെ ഈ ആത്മീയ യാത്രയിലും ഒരുപാട് കെണികളും അപകടങ്ങളുമുണ്ട്.
നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെപ്പറ്റി ഈ പുസ്തകം പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവിടെ ഒരു നമ്പർ കണ്ടോ? 8. ഇതെന്താണെന്നല്ലേ? അറിവുള്ളവരെ പോലും നശിപ്പിക്കാൻ ശക്തിയുള്ള 8 കാര്യങ്ങൾ. അതാണിനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് ആ 8 കാര്യങ്ങൾ. അത്യാഗ്രഹം, പ്രകടനപരത, പ്രശംസ കേൾക്കാനുള്ള ആഗ്രഹം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടുന്നത്, സംസാരത്തിലെ കൃത്രിമത്വം, ദൈവത്തിനു മുന്നിൽ വിനയമില്ലായ്മ, പൊങ്ങച്ചം, പിന്നെ ഏറ്റവും പ്രധാനം അറിയാവുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക. ഈ 8 എണ്ണവും അറിവുള്ള ആളുകളെ പോലും തകർക്കാൻ പോകുന്നവയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: സ്വഭാവശുദ്ധിയില്ലാത്ത അറിവ് കൊണ്ട് ഒരു കാര്യവുമില്ല. അത് ചിലപ്പോൾ അപകടം കൂടിയാണ്. നേരത്തെ പറഞ്ഞ ദുർഗുണങ്ങളിൽ ഏറ്റവും വലുതൊരു പക്ഷേ അഹങ്കാരമായിരിക്കും. ഇവിടെ നോക്കൂ, വിനയവും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം. വിനയം ദൈവത്തിനു വേണ്ടിയുള്ളതാണ്, അത് നമ്മളെ ബഹുമാനത്തിലേക്ക് നയിക്കും. എന്നാൽ അഹങ്കാരം, അത് അവിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, അതിന്റെ അവസാനം നരകവുമാണ്. വളരെ വ്യക്തമായൊരു താരതമ്യമാണിത്. വിനയം നമ്മളെ ഉയർത്തും, അഹങ്കാരം നമ്മളെ നശിപ്പിക്കും. ഇവിടെ പറയുന്നതുപോലെ ആരെങ്കിലും അല്ലാഹുവിനു മുന്നിൽ വിനയാൻവിതനായാൽ അല്ലാഹു അവനെ തന്റെ അടിമകളിൽ പലരേക്കാളും ബഹുമാനിക്കും. അപ്പോ വിനയം എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ദൈവികമായ ബഹുമാനം നേടാനുള്ള വഴിയാണ്. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ യാത്ര ചെയ്യുന്നതിന്റെ അവസാന ലക്ഷ്യമെന്താണ്? എങ്ങോട്ടാണ് നമ്മൾ എത്തേണ്ടത്? അവസാനം നമ്മുടെ സ്വത്തോ മക്കളോ ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ട്. അന്ന് നമുക്ക് കൂട്ടുണ്ടാവുക ഒരേ ഒരു കാര്യമാണ്: തിന്മയിൽ നിന്ന് മുക്തമായ ഒരു ശുദ്ധമായ ഹൃദയം. അങ്ങനെ ഒരു ഹൃദയവുമായി ദൈവത്തിലേക്ക് മടങ്ങുക. അതാണ് ഈ യാത്രയുടെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം. ഭൗതികമായ നേട്ടങ്ങളൊന്നുമല്ല. അപ്പോ ഈ 1200 വർഷം പഴക്കമുള്ള ജ്ഞാനം നമ്മളോട് പറയുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു യാത്രയാണ്. അപ്പൊ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ വഴിക്ക് വെളിച്ചം തരാൻ നിങ്ങൾ ഏത് വിളക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്?